അവളുടെ ജീവിതയാത്രയിൽ വലിയ കഷ്ടപ്പാട് തന്നെയായിരുന്നു. 6ാം ക്ലാസ്സിൽ അവൾ ഒരിക്കൽ 6ാം ക്ലാസ്സിൽ തോറ്റുപോയി. പഠിച്ച സ്കൂളിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷം എന്നോട് പറഞ്ഞത് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കൂ, കാര്യം കൊച്ചിന് പഠന വൈകല്യമുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് തന്നു വിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവളെ കൊണ്ടുപോയിട്ട് മറ്റൊരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. ആ സ്കൂളിലും അവൾ അധികകാലം പിടിച്ചു നിന്നില്ല, അവിടുന്ന് പോന്നു. 3ാമത്തെ സ്കൂളിലാണ് 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയായത്. പക്ഷേ 10ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവൾ മാത്സിന് തോറ്റുപോയി. പിന്നീട് എനിക്ക് അവളെ ഒരു സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പഠിപ്പിക്കാമെന്ന് കരുതി. അവസാനം അവൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടി. മെഡിക്കൽ കോളേജ് ചെന്നതിന് ശേഷം അവൾ ഒരു പരീക്ഷയ്ക്ക് പോലും മെഡിക്കൽ കോളേജ് തോറ്റിട്ടില്ല, ഒരു വർഷവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. മിടുക്കിയായിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങി വന്നു. ഇപ്പോൾ PG എൻട്രൻസിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കിടിലും കൊച്ചായി മാറി അവൾ.